അനധികൃത ഇഷ്ടിക ചൂളകളും മണൽ ഖനനവും വർദ്ധിച്ചതോടെ കോട്ടയം ജില്ല കൊടും വരൾച്ചയുടെ പിടിയിൽ. ഏറ്റുമാനൂർ, അയർക്കുന്നം വില്ലേജുകളിലാണ് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെ നിർബാധം നിയമലംഘനം തുടരുന്നത്. കുടിവെള്ളക്ഷാമവും മാറാരോഗങ്ങളും വ്യാപകമായതോടെ നാട്ടുകാർ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. കട്ടച്ചിറ, ആറുമാനൂർ വില്ലേജുകളിൽ പ്രവർത്തിക്കുന്ന അനധികൃത ഇഷ്ടിക ചൂളകളുടെ ദൃശ്യങ്ങളാണിത്. പരിസ്ഥിതി നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഹെക്ടർ കണക്കിന് പാടശേഖരങ്ങളിൽ 40 അടിയിലധികം കുഴിച്ചാണ് ഖനനമാഫിയ നിർബാധം പ്രവർത്തനം തുടരുന്നത്. സ്വാഭാവിക ജലസ്രോതസ്സുകളും ഉറവക്കണ്ണുകളും പറ്റിയതോടെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളം എന്നേക്കുമായി ഇല്ലാതായി. ഇപ്പോഴാണ് അവിടെ മണലെടുക്കാൻ തുടങ്ങിയ പിന്നെ വെള്ളമെല്ലാം പറ്റുന്നതിനോടുകൂടി തന്നെ അത് കലങ്ങി മനുഷ്യന് കുടിക്കാൻ മേലാത്ത രീതിയിലായിരിക്കും. അപ്പം ഞങ്ങളുടെ ആറ്റിലാണെങ്കിൽ പോകാനാണെങ്കിൽ ആറ്റിലെ വെള്ളം കുറഞ്ഞു. പ്രതിഷേധിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ പ്രത്യേക സംഘങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപരിചിതരായ ഞങ്ങളെ കണ്ട ഇവർ നിമിഷങ്ങൾക്കകം ബൈക്കുകളിൽ പാഞ്ഞെത്തി ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും ശ്രമം നടത്തി. ഇഷ്ടിക കളങ്ങളിൽ നിന്നുള്ള പുക ശ്വസിച്ച് നാട്ടുകാരിൽ പലരും ഗുരുതര ശ്വാസകോശ രോഗങ്ങൾക്ക് അടിമകളായി കഴിഞ്ഞു. RDO ഉൾപ്പെടെയുള്ളവരോട് നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥർ ഈ കഴിഞ്ഞ ദിവസം മറ്റേ വന്നെന്ന് പറഞ്ഞു, പക്ഷെ പരാതിക്കാരെ ആരെയും കണ്ടിട്ടില്ല. ഇവിടെ ഏതാണ്ട് ഒരു വൈകുന്നേരം 6:30-ക്ക് ശേഷമാണ് വന്നത്. അതും ഔദ്യോഗിക വാഹനത്തിലല്ല വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങളെ ആരെയും അറിയിച്ചിട്ടുമില്ല. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജലക്ഷാമത്തിലൂടെ ജില്ല കടന്നു പോകുമ്പോഴാണ് ഉള്ള ജലസ്രോതസ്സുകളെ കൂടി നശിപ്പിക്കുമെന്നുമുള്ള ഖനന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത്. ക്യാമറമാൻ അരവിന്ദ് നന്ദ്യാപറമ്പലിനൊപ്പം അജു ജോർജ്, റിപ്പോർട്ടർ, കോട്ടയം.